ലോകം ഇന്ന് സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഇന്ധന വിപണിയെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രതിഫലം എന്നോണം ഇന്ത്യയിലെ പ്രീമിയം പെട്രോൾ വിലയിൽ ലിറ്ററിന് 2.35 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ എണ്ണ കമ്പനികൾ കൈക്കൊണ്ട ഈ തീരുമാനം ഹൈ പെർഫോമൻസ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ നേരിട്ട് ബാധിക്കുമ്പോൾ സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെ വിലയിൽ നിലവിൽ മാറ്റമില്ല എന്നത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എങ്കിലും ഈ വില വർധനവ് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ചലനത്തിന്റെ സൂചനയാണോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇന്ധനവിലയിലെ ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം പശ്ചിമേഷ്യയിലെ കലുഷിതമായ അന്തരീക്ഷമാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ആഗോള ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ വലിയ തോതിൽ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ലോകത്തെ എണ്ണ ഉൽപാദനത്തിന്റെ വലിയൊരു ശതമാനവും നടക്കുന്ന ഈ മേഖലയിൽ നിന്നുണ്ടായ ചെറിയൊരു തടസ്സം പോലും അന്താരാഷ്ട്ര വിപണിയിൽ ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂലം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം തടസ്സപ്പെടുമോ എന്ന ഭീതി എണ്ണ കമ്പനികളെ മുൻകരുതൽ നടപടികൾ എടുക്കാൻ പ്രേരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള പ്രീമിയം ഇന്ധനങ്ങളുടെ വിലയിൽ ഇപ്പോൾ വർധനവ് വരുത്തിയിരിക്കുന്നത്. സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് പ്രീമിയം ഇന്ധനങ്ങൾ സംസ്കരിച്ചെടുക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ചെലവ് കൂടുതലായതാണ് ഇവയെ ആദ്യം ബാധിക്കാൻ കാരണം. സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ള ഇന്ധനങ്ങളാണ് പ്രീമിയം പെട്രോൾ വിഭാഗത്തിൽ വരുന്നത്. സ്പീഡ്, പവർ, SP95 തുടങ്ങിയ പേരുകളിൽ വിപണിയിൽ ലഭ്യമാകുന്ന ഈ ഇന്ധനങ്ങൾ എഞ്ചിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മലിനീകരണം കുറയ്ക്കാനും സഹായിക്കുന്നു. സാധാരണ പെട്രോളിന്റെ ഒക്ടേൻ റേറ്റിംഗ് 91 ആണെങ്കിൽ പ്രീമിയം ഇന്ധനങ്ങളുടേത് 95 അതിന് മുകളിലോ ആയിരിക്കും.